അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത തീരുമാനങ്ങൾ ഇറാനിലെയും അമേരിക്കയിലെയും സാധാരണ പൗരന്മാർക്ക് ഭീഷണിയാവുകയാണ്. ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം രാജ്യം വിടാൻ അമേരിക്ക അടിയന്തര നിർദ്ദേശം നൽകി. അമേരിക്കൻ എംബസി പുറത്തുവിട്ട അറിയിപ്പിൽ അമേരിക്കൻ പൗരന്മാരോട് യുഎസ് ഗവൺമെന്റിന്റെ സഹായമില്ലാതെ രാജ്യം വിടാനുള്ള പദ്ധതി തയ്യാറാക്കാനാണ് നിർദ്ദേശം. അമേരിക്കയിലെ വിമാന സർവീസുകൾ റദ്ദാക്കാനും ഇന്റർനെറ്റ് സേവനങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടാനും സാധ്യതയുള്ളതിനാൽ ബദൽ മാർഗങ്ങൾ തേടാൻ പൗരന്മാരോട് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സുരക്ഷിതമാണെങ്കിൽ കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ മാറുന്നത് പരിഗണിക്കാമെന്നും എംബസി പറയുന്നുണ്ട്. അമേരിക്കൻ പാസ്പോർട്ട് കാണിക്കുന്നതോ അമേരിക്കയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതോ ചോദ്യം ചെയ്യലിന് കാരണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. 2025 ഡിസംബർ അവസാനം മുതൽ ഇറാനിൽ നടന്ന പ്രതിഷേധത്തെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിന്റെ ഭാഗമായി വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ എന്ന വമ്പൻ കപ്പൽപ്പടയെ ജനുവരി അവസാനം വരെ അമേരിക്ക ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരുന്നു. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന നിമിറ്റ്സ് ക്ലാസ് വിമാനവാഹിനി കപ്പലാണ് എബ്രഹാം ലിങ്കൺ. നിമിറ്റ്സ് ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട 10 വിമാനവാഹിനി കപ്പലുകളാണ് അമേരിക്കൻ നേവിക്കുള്ളത്. ഇതിൽ 5ാമത് കപ്പലാണിത്. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കണോടുള്ള ബഹുമാനാർത്ഥമാണ് കപ്പലിന് ഈ പേര് നൽകിയത്. കാലിഫോർണിയയിലെ സാന്റിഗോയിലുള്ള നേവൽ എയർ സ്റ്റേഷൻ നോർത്ത് ഐലൻഡാണ് ഇതിന്റെ ഹോം പോർട്ട്. 2 A4W ആണവ റിയാക്ടറുകളാണ് കപ്പലിന് ഇന്ധനം നൽകുന്നത്. അമേരിക്കയുടെ പ്രതിരോധം കടുക്കുമ്പോൾ ഇറാന്റെ കടുത്ത നീക്കങ്ങളിലൊന്നായിരുന്നു എബ്രഹാം ലിങ്കണെതിരായ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത്. അമേരിക്കൻ പടക്കപ്പൽ വ്യൂഹത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പരസ്യപ്പെടുത്തുകയായിരുന്നു. എബ്രഹാം ലിങ്കൺ പടക്കപ്പലിനൊപ്പം 3 പടക്കപ്പലുകൾ കൂടി അമേരിക്ക വിന്യസിച്ചതായാണ് ഇറാൻ പുറത്തുവിട്ടത്. ഇതിനൊപ്പം 12 കപ്പലുകൾ കൂടി ചബഹർ തുറമുഖത്തിന് 1400 കിലോമീറ്റർ അകലെ നിലകൊള്ളുന്നുണ്ട്. അതിനിടെ അമേരിക്കൻ യുദ്ധക്കപ്പലിലേക്ക് നിരീക്ഷണ ഡ്രോൺ അയച്ചെന്ന് സംബന്ധിച്ച് ഇറാൻ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടിരുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. സംഘർഷങ്ങൾക്കിടയിലും ഇറാൻ US ആണവ ചർച്ച ഒമാനിൽ നടക്കും. ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഒമാനിൽ എത്തിയതായി ഇറാൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി IRNA റിപ്പോർട്ട് ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് അബ്ബാസ് അരാഗ്ചി സമ്മതിച്ചത്. അതേസമയം പുതിയ ആണവ കേന്ദ്രം നിർമ്മിക്കാനുള്ള ഇറാന്റെ പദ്ധതി തടയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈൽ ഒഴിച്ചു നിർത്തിയുള്ള ഇറാൻ ചർച്ചകൾ വിജയിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞിട്ടുണ്ട്.